ദുൽഖർ സൽമാന്റെ 41ാം ചിത്രം DQ41 ചിത്രീകരണം ആരംഭിച്ചു. ചിത്രം നിർമ്മിക്കുന്നത് SLV സിനിമാസ് ആണ്. SLVയുടെ നിർമ്മാണത്തിൽ ഒരുങ്ങുന്ന 10ാമത്തെ ചിത്രമാണിത്. വമ്പൻ ബജറ്റിൽ പാൻ ഇന്ത്യൻ റിലീസായാണ് ചിത്രം ഒരുങ്ങുന്നത്. ദുൽഖർ സൽമാന്റെ ഒരു സിനിമ ഇറങ്ങുകയാണെന്ന് പറഞ്ഞാൽ ഇന്ന് സിനിമാ ലോകത്ത് അതൊരു ആഘോഷപൂരമാണ്. കാരണം അത് സൂപ്പർ ഹിറ്റായിരിക്കും. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകനെന്ന താരപരിവേഷത്തോടെ സിനിമയിലെത്തി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തന്റേതായൊരിടം സ്വന്തമാക്കിയ നടനാണ് ദുൽഖർ. താരപുത്രൻ എന്ന വിശേഷണം ഇപ്പോൾ വേണ്ട. വെള്ളിത്തിരയിലെത്തിയ ദുൽഖറിന് സിനിമയിൽ പിടിച്ചു നിൽക്കാൻ ഒരു വിശേഷണങ്ങളുടെയും ആവശ്യവുമില്ല. സ്വതസിദ്ധമായ കഴിവിലൂടെയാണ് ദുൽഖർ എന്ന നടൻ വളർന്നു വന്നത്. ഇന്ന് അവിഭാജ്യ ഘടകമാണ് സിനിമാ ലോകത്ത് ദുൽഖർ സൽമാൻ. അത് വളരെ പെട്ടെന്നുള്ള പഠിച്ചുള്ള യാത്ര തന്നെയായിരുന്നു. വെള്ളിത്തിരയിലെത്തി 13 വർഷങ്ങൾ പിന്നിടുമ്പോൾ മലയാള സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച യുവനടന്മാരിൽ ഒരാൾ കൂടിയാണ് ദുൽഖർ. മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലും തിളങ്ങിയ താരമാണ്. DQ എന്നാണ് ആരാധകർ സ്നേഹപൂർവ്വം ദുൽഖറിനെ വിളിക്കുന്നത്. ഒന്നിനോടൊന്ന് മികച്ചതാണ് ദുൽഖറിന്റെ ഫിലിമോഗ്രഫി. അഭിനയിച്ച സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ്, കഥാപാത്രങ്ങളും ഹിറ്റായി. കംഫർട്ട് സോണിൽ നിൽക്കാതെ വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ദുൽഖറിന്റെ ഓരോ കഥാപാത്രങ്ങളും. ദുൽഖർ സൽമാന്റെ കരിയർ മലയാള സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. മലയാളത്തിലും തെലുങ്കിലും ഒരുപോലെ വിജയ ചിത്രങ്ങളുമായി തിളങ്ങി നിൽക്കുന്ന താരമാണ് ഇന്ന് ദുൽഖർ. മികച്ച തിരക്കഥകൾ തെരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധേയനാണ് അദ്ദേഹം. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ 41ാം ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് സിനിമാ പ്രേമികൾ. DQ49 ആണ് ഇനി ദുൽഖറിന്റേതായി പുറത്തുവരാനിരിക്കുന്ന സിനിമ. SLV സിനിമാസ് ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. SLV സിനിമാസ് നിർമ്മിക്കുന്ന പാൻ ഇന്ത്യൻ ചിത്രം കൂടിയാണ് DQ41. സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു. SLV സിനിമാസിന്റെ ബാനറിൽ സുധാകർ ചെറുകുരിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. SLV സിനിമാസ് നിർമ്മിക്കുന്ന 10ാമത്തെ ചിത്രം കൂടിയാണിത്. ഹൈദരാബാദിൽ പൂജാ ചടങ്ങോടെയാണ് ഇതിന്റെ ചിത്രീകരണം ആരംഭിച്ചത്. ആദ്യ ക്ലാപ്പടിച്ചത് നാനിയാണ്. ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാന്റെ പുതിയൊരു തെലുങ്കു ചിത്രമാണ് ഇത്. മാനുഷിക വികാരങ്ങളുമായി ഇടചേർന്ന ഒരു സമകാലിക പ്രണയകഥയാണ് ചിത്രം പറഞ്ഞു പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മലയാളം, ഹിന്ദി, കന്നഡ, തമിഴ് എന്നീ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായാണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് DQ49 എത്തുക. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.